നീ തന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഫസ്റ്റ് മന്ത് സാലറി വന്നിട്ട് അതിനാ വിഷമിക്കില്ലേ? അതല്ല, എനിക്ക് ആകെ ചേച്ചി മാത്രം ഉണ്ടായിരുന്നു എല്ലാ കാര്യം. അവളുടെ കൺവെൻഷൻ മുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തോണ്ടു. പക്ഷെ എനിക്കൊന്നും പറയാറില്ല. നമ്മൾ നേരിട്ടാണോ അയാൾക്കൊക്കെയാ. എന്നാലും അവൾക്ക് ഭയങ്കര സ്നേഹമായിട്ട് എന്നോട്. അപ്പൊ ഞാൻ ഈ ജോലിക്ക് ജോയിൻ ചെയ്തില്ലേ, അപ്പൊ പോലെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചത് തന്നെ പറഞ്ഞു വിട്ടത് അവളാ. ആ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. എടി സെയില് ഓഫർ അയ്യേ ടവൽ ആവശ്യമേ ഇല്ല. യോഗമെറ്റ് ഓൾറെഡി ഫിറ്റ്. ബൈ. നീ ഇതെന്ത് ഉദ്ദേശിച്ചിട്ട് ഇത്രമാത്രം സാധനങ്ങൾ മേടിച്ചിരിക്കണ? നിനക്ക് ഭയങ്കര പൈസയാവും കേട്ടാ. പക്ഷെ ഇങ്ങനെയുണ്ട് ഒരു ചേച്ചി പാസ്. എന്നാലും എനിക്കില്ലണ്ട ഇപ്പൊ ഇതിൽ ഇങ്ങനെ ഒരു അനീതി. നീ ഇതെന്തറിഞ്ഞിട്ടാ? കളമശ്ശേരി ഡെക്കാത്തലോണിൽ 60% വരെ സെയിൽ നടക്കുന്നുണ്ട്. അതല്ലേ ഞാൻ നിന്നെ വിളിച്ച് ഇവിടെ വരെ വന്നു. എന്ന് വരെ? ജൂലൈ 11 മുതൽ. അങ്ങനെ എന്റെ ഡേറ്റ് ഒന്നുമില്ല. ഇവിടെ സ്റ്റോക്ക് തീരുന്ന വരെ സെയിൽ ഉണ്ടാവും. ഛേ, എന്തേ ഇഷ്ടായില്ലേ? അതല്ലടി, ഞാൻ ഇന്നലെ ചെറുതായിട്ടൊന്ന് ബ്രേക്കപ്പ് ആയിരുന്നു. അതിന് ഇടി ഉണ്ടായിരുന്നെങ്കിൽ അവൻ കൊടുക്കായിരുന്നില്ല പൈസ. ബെസ്റ്റ്. ഹലോ ബേബി. നമ്മൾ 142 വട്ടം ബ്രേക്കപ്പ് ആയപ്പോ നിനക്കൊന്നും തോന്നിയില്ല? നിനക്ക് ഒട്ടും വിഷമില്ല? ഇല്ലല്ലേ? എടാ നിനക്കറിയോ, ഞാൻ ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. മാത്രമല്ല ഒരു തുള്ളി വറ്റുപോലും ഞാൻ കഴിച്ചിട്ടില്ല ഇന്നലെ. അല്ല ഇന്നും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോ കളമശ്ശേരി ഡെക്കാത്തലോണിലുണ്ട്. നീ വേഗം വാടാ. എന്നെ കണ്ട നീ ഹാപ്പി ആവില്ലേ? വാടാ. പഠിച്ച കള്ളി, കാട്ടുകള്ളി. ഇവളുടെയൊക്കെ കൂടെയാണ് ഈശ്വര ഞാൻ പണിയെടുക്കണേ.